എങ്ങനെയുണ്ട്? ഓക്കെ, ആവറേജ്, ബിലോ ആവറേജ്. എല്ലാം നന്നായിട്ടുണ്ടല്ലോ. വച്ചുണ്ടാക്കാൻ അറിയില്ലെങ്കിലും എന്തായാലും വായ്ത്താളത്തിന് ഒരു കുറവുമില്ലല്ലോ. ഗംഭീരായിട്ടുണ്ട് മോളെ. ശരിക്കും എന്റെ വേദവതി ഉണ്ടാക്കുന്ന പോലെയുണ്ട് മോളെ. അവനി വേദവതി പറഞ്ഞ പോലെ ഭക്ഷണം വളരെ രുചികരമായിട്ടുണ്ട് മോളെ. നന്നായിട്ടുണ്ട്. 4 കവളും കൂടി കൂടുതൽ കഴിക്കണമെന്നാ. ശ്രീകർ ചേട്ടാ, ചേട്ടനെ ഇഷ്ടപ്പെട്ടോ? ആരൊക്കെ പ്രശംസിച്ചാലും ഭാവി ഭർത്താവിന് ഇഷ്ടപ്പെട്ട അതൊരു സന്തോഷല്ലേ? എങ്ങനെയുണ്ടെന്ന് പറയേട്ടാ. നന്നായിട്ടുണ്ട്. താങ്ക് യു. കഴിച്ചോളൂ കഴിച്ചോളൂ. നീയും കൂടി ഇരുന്നോളൂ മോളെ. നിങ്ങൾ എല്ലാരും കഴിച്ചിട്ട് കഴിച്ചോളാം അമ്മ. നീ എന്തിനാ മോളെ എതെടുക്കുന്നത്? ഭർത്താവ് കഴിച്ച പ്ലേറ്റ് ഭാര്യ എടുക്കുന്നത് ഭാരതീയ സംസ്കാരമാണ്, കൂടാതെ പുണ്യമാണ്. പുതിയ ടാസ്ക് കിട്ടിയല്ലോ. എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചതാ അമ്മേ. ഞാൻ എടുത്തോളാം, നിക്കേടാ. എടി ഒന്ന് വിടടി, ഞാൻ കുറച്ചുകൂടെ ഒന്ന് കഴിച്ചോട്ടെ. ഇനി നാളെ കഴിച്ചാ മതി. എടി ഞാൻ അളിയ, നാളെ ഇവർക്ക് മുമ്പേ ഇരുന്ന് നമുക്ക് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ചെടുത്തോണ്ട് പോവും. സത്യവാ അളിയ. ഒരുപാട് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മോളെ നിന്റെ അച്ഛനും അമ്മയും. ഇങ്ങനെയൊക്കെ ഇവൾ എങ്ങനെയാ അഭിനയിക്കുന്നത്? അമ്മേ, ഞാൻ കുറച്ചുകൂടി വിളമ്പട്ടെ? മതി മോളെ. നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാതെ ഇനി ഇവിടെ എത്ര ദിവസം ഉണ്ടാവുന്ന ചോദിച്ചേ. നിന്റെ അളിയന്റെ ബുദ്ധി എപ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആ ടെൻഷൻ സഹിക്കാൻ കഴിയില്ല. നീ നിന്നെ കെട്ടിച്ച വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. നാളെ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചിയുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറണം. ശ്രീകരേട്ടന്റെ വീട്ടിലേക്ക് പോവാനാവില്ല. ഞാനിനി എങ്ങോട്ട് പോവും? ഹലോ. നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്നാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാ. എന്താ സംഭവിച്ച? ആ നിഹാരിക ഓരോ അഭിനയം കാഴ്ചവെച്ച് എല്ലാരെയും വശത്താക്കി വെച്ചിരിക്കുക. എവിടെയായിരിക്കും? ഏട്ടനിത് എവിടെ പോയി? ഭക്ഷണം ഉണ്ടാക്കി അവള് വിളമ്പിക്കൊടുത്തു. അമ്മയും അച്ഛനും ആണെങ്കിൽ വളരെ നന്നായെന്നും പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തു. അവളുടെ അഭിനയമാണെന്ന് ഒരാൾക്കും മനസ്സിലായിട്ടുമില്ല. ശരിക്കും അവള് നല്ലൊരു കുട്ടിയാണെന്ന് ഇവിടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുക. ഇതേപോലെ തന്നെ അവൾ ഇനി വരുന്ന ദിവസങ്ങളിലും ആവർത്തിച്ച അച്ഛനും അമ്മയും കൂടെ അവൾ ഒരുക്കുന്ന ട്രാപ്പിൽ വീഴുന്നുള്ളത് ഉറപ്പാ. അച്ഛന്റെയും അമ്മയുടെയും മനസ്സിനെ പൂർണ്ണമായിട്ട് അവള് കീഴടക്കി കഴിഞ്ഞാ നമ്മൾ വിചാരിച്ച പ്ലാനൊക്കെ ഫ്ലോപ്പ് ആകുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ടോ. അതത്ര എളുപ്പമല്ല ശ്രീകരേട്ട. അഭിനയിച്ച് ജീവിക്കുന്നവർക്ക് അധികകാലം സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ഒന്നും അവസാനിച്ചില്ലല്ലോ. കുറച്ച് ക്ഷമയോടെ ധൈര്യമായിട്ടിരിക്കണം. അവിടെ നിങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ ഇവിടെ എന്റെ ചേച്ചിക്ക് നമ്മളുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ഇനിയും എത്ര ദിവസം ഇവിടെ കാണുമെന്ന് ചോദിച്ചു.
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശ്രീകരേട്ടാ, ആരോടെ സംസാരിക്കുന്നേ? ചോദിക്കുമ്പോ ഉത്തരം പറയാതെ എന്തോ തെറ്റ് ചെയ്ത പോലെ പേടിക്കുന്ന എന്തിനാ? കല്യാണത്തിന് മുമ്പ് ചില ആണുങ്ങളുടെ ലൈഫില് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. ഏട്ടന്റെ ലൈഫിൽ അബദ്ധത്തില് അതുപോലെ ഒരാളും ഇല്ലല്ലോ അല്ലേ? എന്നോട് പറ ശ്രീകരേട്ടാ. എടാ കണ്ണ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഫ്രണ്ടാണോ? താമ്പൂലം കഴിച്ചോളൂ. ഇതെന്തിനാ? ആ, ഭക്ഷണം കഴിച്ചിട്ട് ഇത് ചവച്ച ഫുഡ് നല്ല പോലെ ഡൈജസ്റ്റ് ആയിക്കോളും. കഴിച്ചു. ഹാ, ഭർത്താവിന്റെ ക്ഷേമത്തെ കുറിച്ച് ഓരോ നിമിഷം ചിന്തിക്കുന്ന ഭാര്യമാര് ഇങ്ങനെ ചെയ്യൂ. അതിന് നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. കഴിയാതിരിക്കില്ലല്ലോ. ആ, കല്യാണം കഴിഞ്ഞ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ആവില്ല. ഇത് ഞാൻ തന്നെ തയ്യാറാക്കി ഏട്ടനെ കഴിപ്പിക്കും. അയ്യോ ഭഗവാനെ, ആ സീൻ ആലോചിക്കുമ്പോ തന്നെ നാണം വരുന്നുണ്ട്. ഗുരുവായൂരപ്പ, ഇവളൊക്കെ എന്താ അഭിനയമാണമ്മോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടുപിടിക്കണം. സുഖാണോ അവനി? അങ്ങനെ പോകുന്നു. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാ. നാളെ എനിക്ക് വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറണം. പക്ഷെ ശ്രീകരേട്ടന്റെ വീട്ടിൽ പോകാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയാകുന്നത് വരെ എനിക്ക് അങ്ങോട്ട് പോകാനും വയ്യ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? നിന്റെ അടുത്തേക്ക് വന്നാലോ എന്ന് ആലോചിക്കുന്നേ. എന്റെ കൂടെ നിൽക്കുവോ നീ? ആടി, കുറച്ചു ദിവസം ഞാൻ അവിടെ നിന്നാലോ എന്നാ. ഒരു കാര്യം ചെയ്യാവനി, നാളെ നീ എന്റെ അടുത്തേക്ക് വാ. ഹോസ്റ്റൽ വാർഡനെ പരിചയപ്പെടുത്തി നിന്നെ ഇവിടെ നിർത്താനുള്ള പെർമിഷൻ വാങ്ങാം. പിന്നീട് ലഗേജ് ഒക്കെ കൊണ്ടുവന്നാ പോരെ? ഓക്കെ അല്ലേ? ശരി ഗീത, എന്നെ ഒന്ന് സഹായിക്കാൻ. അതിന്റെ നന്ദി എന്നും ഉണ്ടോ? എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇങ്ങോട്ട് വാ. ശരി, വെക്കട്ടെ. ആ ശരി. വല്ലാത്തൊരു ജീവിതം. വലിയ വീട്ടില് നന്നായി ജീവിക്കുമെന്ന് കരുതിയപ്പോ നേരെ ഓപ്പോസിറ്റാ നടക്കുന്നത്. ഫോണില് നീ ആരോടാ സംസാരിക്കുന്നേ? നിന്നോടാ ചോദിച്ചേ, പറയേ. അത് ശ്രീകരേട്ടനോട് ചേച്ചി. അവൻ എന്താ പറഞ്ഞത്? നാളെ എന്നോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ നാളെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കോളാം ചേച്ചി. എന്റെ ഉദ്ദേശം നീ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാനല്ല. ഞാനതിനങ്ങനെ പറഞ്ഞില്ലല്ലോ ചേച്ചി. നിന്നെ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടം തന്നെയല്ലേ? എന്നെ ഇഷ്ടം ചേച്ചി. അപ്പൊ ശ്രീകരനും നിന്നോട് നല്ല സ്നേഹം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഞാനാ ചേച്ചി. എന്നിട്ട് അത്ര നന്നായിട്ട് നിന്നെ നോക്കുന്ന ഒരു വീട്ടിലേക്കാ നീ പോകുന്നേന്നുള്ള സന്തോഷം നിന്റെ മുഖത്തൊന്നും കാണാനേ പറ്റുന്നില്ലല്ലോ. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ
സന്തോഷം എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതല്ലേ. എന്നിട്ട് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എനിക്ക് നല്ല സന്തോഷമുണ്ട് ചേച്ചി. ശരിയടി, എന്നാ വേഗം കിടന്നു. ശ്രീകറിന്റെ വീട്ടിലേക്ക് പോവാതെ ഗീതയുടെ അടുത്തേക്ക് പോകാൻ മാത്രം എന്താ സംഭവിച്ചത്? ഞാൻ സംശയിക്കുന്നത് പോലെ ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ രഹസ്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ ശ്രീകറിന് നമ്മൾ ആഗ്രഹിക്കുന്ന ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ കിട്ടില്ലെന്നല്ലേ സുജാത എപ്പോഴും പറയാറുള്ളത്. എല്ലാ തരത്തിലും കുടുംബ മഹിമ നിലനിർത്തുന്ന ഒരു പെൺകുട്ടിയല്ലേ നമുക്ക് കിട്ടിയത്. സുജാതയെ എത്രയും പെട്ടെന്ന് ഇക്കാര്യം നമുക്ക് അറിയിക്കണം. സുജാതയുടെ വിഷമത്തിൽ ഒരു അർത്ഥമുണ്ട് വേദ. അവളെ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി എത്രയോ ആഗ്രഹിച്ചതാണ്. അങ്ങനെ സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, എന്റെ അനിയത്തി സുഭദ്രയും എന്റെ അളിയൻ ത്രിനാഥറാവുവും മരിച്ചപ്പോ സുജാതയ്ക്ക് നമ്മളോടൊരു പകയുണ്ടായി. കല്യാണമൊക്കെ നല്ലപോലെ കഴിഞ്ഞ ശേഷം സുജാതയെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളാക്കി മാറ്റണം. ശരി ശരി, സമയമാവുന്നുണ്ട്, ഇറങ്ങിയാലോ നമുക്ക്? ഇറങ്ങേട്ടാ. നിഹാരിക, ശ്രീകർ. ആ ദാ അങ്ങോട്ട് വരൂ അമ്മേ. അവര് നല്ല ചേർച്ചയുണ്ടല്ലേ? അതെ വേദ, കുറച്ച് വൈകിയാലും നമ്മുടെ രാമന് സീതയെ തന്നെ കിട്ടിയില്ലേ? പുരാണത്തിലെ സീത രാമനെ സ്വയംവരം ചെയ്ത് സ്വന്തമാക്കി. ഈ സീതയെ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ടാണല്ലേ ഏട്ടാ കിട്ടിയത്. ഭാവി മരുമകളായിട്ട് നമ്മുടെ കൂടെ നടക്കുമ്പോ തന്നെ എന്റെ സന്തോഷത്തിന് അതിരുകളില്ല ഏട്ടാ. മരുമകളായി എന്നുവളുണ്ടെങ്കിൽ ആ സന്തോഷം ഇരട്ടിയാകും. ശ്രീ ഇന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞതല്ലേ, മറന്നു നീ? എനിക്ക് ഓർമ്മയുണ്ടമ്മേ. ഇപ്പൊ അമ്പലത്തിലേക്ക് ഇതിനെ പോകുന്നേ? രണ്ടാളുടെയും പേരിൽ ഒരു അർച്ചന നടത്താന്ന് നേർന്നിരുന്നു ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് പൂജകൾ ചെയ്യണം. അമ്മേ, ഇനി ഒരുപാട് സമയമില്ലേ? ഇപ്പൊ തന്നെ എന്തിനാ ഇതൊക്കെ? വിത്തിട്ടാൽ ഉടനെ ചെടികളുണ്ടാവോ, കായ്കളുണ്ടാവോ? അതിന് കുറച്ച് സമയം ആവശ്യമില്ലേ ശ്രീകരേട്ടാ? പ്രാർത്ഥനകളും അതുപോലെയാ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച അന്നേരത്തേക്ക് ശരിയാവൂ. പറയുമ്പോഴത്തേക്ക് ശരിയാക്കി തരാൻ ഇൻസ്റ്റന്റ് കോഫി ഒന്നും അല്ലല്ലോ. എന്റെ പുന്നാര മോള് എത്ര നന്നായിട്ട് സംസാരിക്കുന്ന. മോളുടെ സംസാരം ശരിക്കും കിളിനാദം പോലെ തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും. കല്യാണം കഴിഞ്ഞാ ഈ കോംപ്ലിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നിന്നെ കാണുമ്പോ, നിന്റെ സംസാരം കേൾക്കുമ്പോ അതെന്റെ വിശപ്പില്ലാതാക്കുന്നുണ്ട്. എന്ന് കരുതി ഉച്ചക്കിനി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കോ? അങ്ങനെയൊന്നും ചെയ്യല്ലേ അമ്മേ. നിങ്ങൾക്ക് ജോക്ക് ഇഷ്ടമായില്ലേ? ഇറങ്ങിയാലോ? ഒരു സെക്കൻഡ് അച്ഛാ. എന്താ മോളെ? ശ്രീകരേട്ടാ, ഈ സാരി ഓക്കെ അല്ലേ? ഐ മീൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, വേറെ സാരി മാറ്റിയിട്ട് വരാം. താങ്ക് യു. എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളെ ധരിക്കുമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്ന പെൺകുട്ടികളുള്ള ഇക്കാലത്ത് ഭാവി ഭർത്താവിന് സാരി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന മോളുടെ സംസ്കാരത്തെ നമസ്കരിച്ചേ മതിയാവൂ. അയ്യോ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? ശ്രീകരേട്ടൻ എന്റെ എല്ലാം ആകുമ്പോ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെ ഞാൻ ബഹുമാനിക്കണ്ടേ? ഇറങ്ങിയാലോ? അമ്മേ, ഇതൊക്കെ വേണോ? അത് വേണം. ഏട്ടന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നീ അങ്ങനെ ചോദിച്ചാ അവൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കും. പോയേ പറ്റൂ ശ്രീകർ, നീ വാ. ഞാനാകെ പെട്ടുപോയല്ലോ ഈശ്വര. അവന് ഞങ്ങളെങ്ങാനും ഒരുമിച്ച് കണ്ട അത് വലിയ പ്രശ്നമായി മാറും. വാ വാ വാ. വരൂ. അമ്മേ, അമ്മേ നിഹാരിക്കും പിന്നിലിരുന്നോളൂ. ഭാവി ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങള്
നിങ്ങൾ രണ്ടുപേരും അടുത്തിരുന്നോളൂ. അതല്ലമ്മേ. ഡാ പറഞ്ഞത് ചെയ്യേ. എന്തിനാ ഇങ്ങനെ റിസർവ്ഡ് ആയിട്ട് പെരുമാറുന്ന ശ്രീകരേട്ടാ? എനി പ്രോബ്ലം? നത്തിങ്. കല്യാണത്തിന് മുൻപ് ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ. അത്രേ ഉള്ളോ? അതെ. പ്രീ വെഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്ന കാലമാ ഇത്. അവരെ വെച്ച് നോക്കുമ്പോ നമ്മൾ വളരെ ബെറ്റർ അല്ലേ? വാ പോകാം ചേട്ടാ. ചേച്ചി, ഞാൻ പോയി ശ്രീകരേട്ടനെ കണ്ടുവന്ന് ഈ ബാഗൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം. ശ്രീകരനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടായിരുന്നു? അല്ല ചേച്ചി, ആദ്യം ഒന്ന് പോയി കാണണമെന്നുണ്ട്. ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഒരിക്കൽ പോലും എന്നോട് കള്ളം പറയാത്ത നീ എന്നോടിപ്പോ ഒരുപാട് കള്ളത്തരം കാണിക്കുന്നു. മനസ്സിലെ വിഷമം വെച്ചിട്ട് വേദന സഹിച്ച് ചിരിച്ച് അഭിനയിക്കുന്നു. ഇന്നെനിക്ക് എന്തായാലും സത്യം അറിയണം. ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ചേച്ചിയുടെ സംശയങ്ങൾ വീണ്ടും കൂടും. മാഡം, മധുര നഗർ റോഡ് നമ്പർ 12ലേക്ക്. എന്നാ കയറിക്കോളൂ മാഡം. പോകാം ചേട്ടാ. അനിയ, എന്താ ചേച്ചി? ആ പോകുന്ന ഓട്ടോ ഒന്ന് ഫോളോ ചെയ്യണം. എന്തിനാ ചേച്ചി? കുറച്ച് അർജന്റ് അനിയ, ഒന്ന് വണ്ടി എടുക്ക. ശരി, കയറ ചേച്ചി. ശ്രീകരേട്ടന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ മരുമകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതി. ഞാൻ ആഗ്രഹിച്ച പോലെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ചേച്ചിക്ക് എൻ്റെ മേലുള്ള സംശയം ഇത്രയും കൂടുന്ന അവസ്ഥയിൽ എത്തില്ലായിരുന്നു. അവള് ശ്രീകരന്റെ അടുത്തേക്ക് തന്നെയാ പോകുന്നെങ്കിൽ ശ്രീകരനെ ഒന്ന് ഫോൺ ചെയ്ത് അവൻ വന്ന് കൊണ്ടുപോകുമായിരുന്നു. ശ്രീകരനെ പോയി കണ്ടിട്ട് പിന്നെ വന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഉറപ്പായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് തുറന്നു പറയാതെ ഇനി എത്ര കാലം മറച്ചു വെക്കുമെന്ന് എനിക്കൊന്നും അറിയണം. കല്യാണം കഴിഞ്ഞാൽ ഉടനെ നവദമ്പതിമാര് ആദ്യം അമ്പലത്തിലേക്ക് വരും. അത് കഴിഞ്ഞാ
ഹണിമൂണ് പോകുന്നതും ടൂറ് പോകുന്നതും പ്ലാൻ ചെയ്യുന്നതാണ്. എനിക്ക് ആ ഭാഗ്യം നേരത്തെ കിട്ടിയല്ലോ അമ്മേ. എല്ലാം നിന്റെ ജാതകത്തിന്റെ ഗുണമോളെ. വാ. അയ്യോ, എന്തു പറ്റി വേദ? ഞാൻ പൂജാ സാധനങ്ങൾ മറന്നുപോയി. ഓ, അതെടുത്തില്ലേ? ശ്രീകർ, നിന്റെ പേരിൽ ഒരു അർച്ചന നടത്താനില്ലേ? മോൻ പോയി സാധനം വാങ്ങി വാ. ശരി അമ്മേ. ആ ശ്രീകരേട്ടാ, ഞാനും കൂടി വരട്ടെ? വേണ്ട, ഞാൻ പൊക്കോളാം. ശ്രീകറിന്റെ വീട് ആ ഭാഗത്താണല്ലോ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്ന എന്തിനാ?